എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഒരു വലിയ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നൊസ്റ്റാൾജിക്, അതായത് ഇതൊരു ചോറ്റുപാത്രം റെസിപ്പിയാണ് കേട്ടോ. ചോറ്റുപാത്രം റെസിപ്പി എന്ന് പറയുമ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ എപ്പോഴും സ്കൂളിലേക്ക് തന്നു വിടാറുള്ള ഒരു ഐറ്റമാണ് ഞാനിന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കടലയാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ കടല ഉലർത്തിയതെന്നാണ് പറയുന്നത്. കടല ഉപ്പേരിയെന്നോ കടല ഉലർത്തിയതെന്നോ കടല ഫ്രൈ എന്നോ ഏത് വേണമെങ്കിലും ഇതിനെ വിളിക്കാം. വളരെ ഈസി ആയിട്ടും പക്ഷേ നല്ല ടേസ്റ്റായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കണം. ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഒരു 250 ഗ്രാം കടലയാണ് ഞാൻ കുതിർത്തിട്ട് വേവിച്ച് വെച്ചേക്കണത്. അപ്പോൾ വേവിക്കുമ്പോൾ കടലയുടെ നിരപ്പിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 7-8 വിസിൽ വയ്ക്കണം. അത് ലോ ഫ്ലെയിമിൽ. അപ്പോൾ കടല ആവശ്യത്തിന് വെന്ത് കിട്ടും. ഇത് ഞാനൊരു 20 കുഞ്ഞുള്ളി എടുത്തിട്ട് ചതച്ചെടുത്തേക്കാണ്. ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് വലിയ വെളുത്തുള്ളിയുടെ അല്ലിയാണ്. അപ്പോൾ ചെറുതാണെങ്കിൽ അതൊരു 15 താഴെ വരെ എടുക്കാം. ശരിക്കും വെളുത്തുള്ളിയുടെ ഒരു നല്ലൊരു ടേസ്റ്റ് വേണം ഇതിന്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും ഇത് എന്താ പറയുക, ചുമന്നുള്ളി വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇനി മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ പകുതിയായിട്ട് എടുത്തോളൂ. ചുമന്നുള്ളിയും സബോളയായിട്ട് എടുത്തോളൂ. അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിടുക. ഇവിടെ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും ഇട്ടിട്ട് കണ്ടില്ലേ, അത് മൂത്ത് വരുമ്പോൾ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു 280 ഗ്രാം കടലയ്ക്ക് 20 അല്ലി ഉള്ളിയും ചുമന്നുള്ളിയും പിന്നെ ഒരു 10-12 വെളുത്തുള്ളി. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ എല്ലാ കുട്ടികളും സ്കൂളിൽ മിക്കവാറും കുട്ടികളൊക്കെ ഇത് തന്നെയാണ് കൊണ്ടുവന്നിരുന്നത് കേട്ടോ, ചോറിൻ്റെ ഒപ്പം. ഭയങ്കര ടേസ്റ്റാണ് ഇത്. ആ ചോറ്റുപാത്രത്തിൽ അടച്ചു കൊണ്ടുവരുമ്പോൾ കഴിക്കാനും. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇടിച്ച മുളകാണ്. അത് നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്ത്. ഇത് നല്ല എരിവുള്ള മുളകാണ് പൊടിച്ച് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മുടെ കടല വേവിച്ച് വെച്ചേക്കണത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. റെസിപ്പി ആയിട്ടാണ് അതെല്ലാം വരുന്നത്. അതുപോലെ ഗ്രീൻ പീസും ഡ്രൈ ആയിട്ട് ചെയ്യും. അതിൻ്റെയും വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മുടെ കടല ഫ്രൈ, കടല ഉപ്പേരി എന്ന് ചില സ്ഥലങ്ങളിൽ പറയും. ഞങ്ങൾ പറയുന്ന കടല ഉലർത്തിയതാണ്. റെഡി ആയിട്ടുണ്ട്. കഞ്ഞീൻ്റെ ഒപ്പം ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടോ വെറുതെ കഴിക്കാനും വളരെ നല്ലതാണ്.
വൈകുന്നേരങ്ങളിൽ ചായയുടെ ഒപ്പം വളരെ ടേസ്റ്റാണ്, കട്ടൻ ചായയുടെ ഒപ്പം ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.